നമസ്കാരം. ഇൻഫോർ ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. റാപ്പർ വേടനെതിരെ ബലാത്സംഗ കേസ്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന് പരാതി നൽകിയത് യുവ ഡോക്ടർ. ദേശീയപാത ആമ്പല്ലൂരിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന കാർ, ടെമ്പോ, പിക്കപ്പ് വാൻ എന്നിവയാണ് അപകടത്തിൽപ്പെട്ടത്. പുതുക്കാട് പോലീസ് സംഘത്തെ ആക്രമിക്കുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്ത 4 പേരെ പിടികൂടി. തായംകുളങ്ങര മഹാത്മാ മൈതാനിയിൽ പരസ്പരം ഏറ്റുമുട്ടിയ സംഘത്തിലെ 6 പേരെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വാഹന പാർക്കിംഗിന്റെ പേരിൽ നടക്കുന്നത് പകൽക്കൊള്ളയെന്ന് യാത്രക്കാർ. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ കള്ളക്കേസുണ്ടാക്കി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് വരന്തരപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. വിശദമായ വാർത്തയിലേക്ക്. റാപ്പർ വേടനെതിരെ ബലാത്സംഗ കേസ്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന് പരാതി നൽകിയത് യുവ ഡോക്ടർ. ഹിരൺദാസ് മുരളി എന്ന റാപ്പർ വേടനെതിരെ ബലാത്സംഗ കേസ്. യുവ ഡോക്ടറുടെ പരാതിയിലാണ് തൃക്കാക്കര പോലീസ് കേസെടുത്തത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന പരാതിയിലാണ് കേസെടുത്തത്. 2021 ഓഗസ്റ്റ് മുതൽ 2023 മാർച്ച് വരെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നാണ് 31-കാരിയുടെ പരാതി. വ്യാഴാഴ്ച പുലർച്ചെയാണ് കേസെടുത്തത്. ഇന്ത്യൻ ശിക്ഷാ നിയമം 376 വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് വേടനുമായി സൗഹൃദം ആരംഭിച്ചതെന്നും പരിചയത്തിനൊടുവിൽ കോഴിക്കോട്ടെ ഫ്ളാറ്റിൽ വെച്ച് വേടൻ ബലാത്സംഗം ചെയ്തുവെന്നുമാണ് ഡോക്ടറുടെ മൊഴി. വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് പിന്നീട് പലയിടത്തും വെച്ച് വേടൻ പീഡിപ്പിച്ചുവെന്നും യുവതി മൊഴി നൽകി. പലപ്പോഴായി പണം വാങ്ങിയിരുന്നുവെന്നും ഇതിന്റെ രേഖകൾ കയ്യിലുണ്ടെന്നും പരാതിയിൽ പറയുന്നു. ഭാരതീയ ന്യായ സംഹിത നിലവിൽ വരുന്നതിന് മുൻപ് നടന്ന സംഭവമായതിനാലാണ് IPC പ്രകാരം കേസെടുത്തത്. 2023 വേടൻ തന്നെ ഒഴിവാക്കിയതെന്നും യുവതി പറയുന്നു. ടോക്സിക് ആണെന്ന് ആരോപിച്ചാണ് തന്നെ വേടൻ ഒഴിവാക്കിയതെന്ന് യുവ ഡോക്ടർ മൊഴി നൽകി. വേടനെതിരെ നേരത്തെ മീടു ആരോപണവും ഉയർന്നിരുന്നു. ദേശീയപാത ആമ്പല്ലൂരിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന കാർ, ടെമ്പോ, പിക്കപ്പ് വാൻ എന്നിവയാണ് അപകടത്തിൽപ്പെട്ടത്. ബുധനാഴ്ച വൈകിട്ട് 5:30 അപകടം. ആമ്പല്ലൂർ അടിപ്പാത നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് അമിത വേഗതയിലെത്തിയ കാർ മുൻപിൽ പോയിരുന്ന ടെമ്പോയിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ടെമ്പോ മുൻപിലുണ്ടായിരുന്ന പിക്കപ്പിൽ വന്നിടിച്ചു. അപകടത്തിൽ തമിഴ്നാട് സ്വദേശികളായ കാർ യാത്രക്കാർക്ക് നിസാര പരിക്കേറ്റു. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം തകർന്നു. അപകടത്തെ തുടർന്ന് തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി. പൊതുസ്ഥലത്ത് ലഹരി ഉപയോഗിക്കുന്നതറിഞ്ഞെത്തിയ പോലീസ് സംഘത്തെ ആക്രമിക്കുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്ത 4 പേരെ പുതുക്കാട് പോലീസ് പിടികൂടി. കല്ലൂർ നായരങ്ങാടി നൊച്ചിയിൽ വീട്ടിൽ അമരീഷ്, വെണ്ടൂർ കാട്ട്ല വീട്ടിൽ നിർമ്മൽ, പാറയ്ക്ക് വീട്ടിൽ സോവിൻ, കല്ലൂർ അന്തിക്കാട്ടിൽ വിഷ്ണു എന്നിവരാണ് അറസ്റ്റിലായത്. ചൊവ്വാഴ്ച കല്ലൂർ ഞെള്ളൂർ പാടത്ത് ലഹരി ഉപയോഗിച്ച് നാട്ടുകാർക്ക് ശല്യമുണ്ടാക്കുന്നുവെന്ന വിവരത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ പുതുക്കാട് SI വൈഷ്ണവ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ഫൈസൽ, ബേസിൽ എന്നിവരെയാണ് പ്രതികൾ ആക്രമിച്ചത്. തുടർന്ന് പ്രതികളെ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തിയാണ് കസ്റ്റഡിയിലെടുത്തത്. പുതുക്കാട് പോലീസ് SHO ആദം ഖാൻ, സബ് ഇൻസ്പെക്ടർമാരായ പ്രദീപ്, ലിജു, വൈഷ്ണവ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ഫൈസൽ, ബേസിൽ, ധന്യ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. തായംകുളങ്ങര മഹാത്മാ മൈതാനിയിൽ പരസ്പരം ഏറ്റുമുട്ടിയ സംഘത്തിലെ 6 പേരെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരു സംഘങ്ങളിൽ നിന്നുമുള്ള ചേർപ്പ് ചെറുചേനം സ്വദേശി കാരണപ്പറമ്പിൽ ഇജാസ്, ചേർപ്പ് മുത്തുള്ളിയാൽ സ്വദേശി വെളിയത്ത് വീട്ടിൽ മഹേന്ദ്രനാഥ്, ചേർപ്പ് ചെറുചേനം സ്വദേശി ചുള്ളിപ്പറമ്പിൽ വീട്ടിൽ ഷിനാസ്, ചേർപ്പ് വലിയ ചേനം സ്വദേശി മാത്താക്കര വീട്ടിൽ മുഹമ്മദ് ഇർഫാൻ, ചേർപ്പ് ചേനം സ്വദേശി പണിക്കശ്ശേരി വീട്ടിൽ സാരംഗ്, എട്ടുമന ചെറിയപാലം സ്വദേശി പുത്തൻതോപ്പിൽ ബിജൻ കൃഷ്ണ എന്നിവരാണ് അറസ്റ്റിലായത്. സംഘട്ടനത്തിൽ പരിക്കേറ്റ വലിയചേനം സ്വദേശി തെക്കേ മഠത്തിൽ ഷിമൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും, ചേർപ്പ് തിരുവുള്ളക്കാവ് സ്വദേശി ചുള്ളിക്കാട്ടിൽ വീട്ടിൽ വാസുദേവ് കൂർക്കഞ്ചേരി എലൈറ്റ് ആശുപത്രിയിലും ചികിത്സയിലാണ്.
കഴിഞ്ഞ ദിവസം വൈകിട്ട് 6:30-ക്കാണ് സംഭവമുണ്ടായത്. അക്രമി സംഘത്തിലെ പ്രായപൂർത്തിയാകാത്ത കുട്ടി അമ്മയുമായി ബൈക്കിൽ പോകുമ്പോൾ എതിർ സംഘത്തിലെ ഒരാൾ കളിയാക്കി ചിരിച്ചതിനെ തുടർന്ന് ഫോണിൽ വിളിച്ച് തർക്കമുണ്ടായിരുന്നു. ഇക്കാര്യം പറഞ്ഞ് തീർക്കുന്നതിന് വേണ്ടി ഇരു സംഘവും മൈതാനത്ത് ഒത്തുചേർന്ന് സംസാരിക്കുന്നതിനിടയിലാണ് സംഘട്ടനമുണ്ടായത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വാഹന പാർക്കിംഗിന്റെ പേരിൽ നടക്കുന്നത് പകൽക്കൊള്ള. പ്രീമിയം പാർക്കിംഗ് എന്ന പേരിൽ ഈടാക്കുന്നത് കഴുത്തറപ്പൻ ഫീസ് വർധനയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നു. ജൂലൈ 19-ന് തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗിൽ ബൈക്ക് വെച്ച് 21-ന് എടുത്ത ഒരു യാത്രക്കാരനിൽ നിന്നും 845 രൂപയാണ് പാർക്കിംഗ് ഫീയായി ഈടാക്കിയത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ വാഹന പാർക്കിംഗ് നിരക്ക് മെയ് ജൂൺ മാസങ്ങളിൽ 2 ഘട്ടമായി അമിതമായി വർദ്ധിപ്പിച്ചിരുന്നു. വാഹന പാർക്കിങ്ങിന് കൂടുതലായി ഒരു സൗകര്യവും നൽകാതെ പ്രീമിയം എന്ന പേരിൽ വൻ കൊള്ളയാണ് ഇവിടെ നടക്കുന്നത്. അനേക വർഷങ്ങളായി തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ പ്രധാന കവാടത്തിന്റെ എതിർവശത്ത് ഇരുചക്ര വാഹനങ്ങൾക്കും കാറുകൾക്കും മിതമായ നിരക്കിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ പ്രീമിയം പാർക്കിംഗ് എന്ന ബോർഡ് സ്ഥാപിച്ച് കഴുത്തറപ്പൻ നിരക്കാണ് ഈടാക്കുന്നത്. പ്രതിഷേധ സൂചകമായി യാത്രക്കാർ ഈ ബോർഡ് കീറി മുറിച്ചിട്ടുണ്ട്. പ്രധാന കവാടത്തിനരികിൽ പാർക്ക് ചെയ്യാം എന്നത് മാത്രമാണ് പ്രീമിയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മഴ പെയ്താൽ വെള്ളക്കെട്ടും കുഴികളും നിറയെ ചളിയുമാണ് പ്രീമിയം പാർക്കിംഗിൽ. സാധാരണ നിരക്കിൽ പാർക്ക് ചെയ്യുവാൻ ഇവിടെ അനുവാദമില്ല. അതിന് അകലെയുള്ള പാർക്കിംഗ് ഏരിയയിൽ സ്ഥലം കണ്ടെത്തണം. ബൈക്കിന് അവിടെ 24 മണിക്കൂറിന് 30 രൂപയുള്ളപ്പോൾ പ്രധാന കവാടത്തിന് സമീപമുള്ള പ്രീമിയം പാർക്കിംഗിൽ 11 ഇരട്ടിയിലധികം തുകയായ 345 രൂപ നൽകണം. മെയ് മാസത്തിൽ തന്നെ റെയിൽവേ അധികാരികൾക്ക് 2 വീലർ യൂസേഴ്സ് അസോസിയേഷൻ ഇക്കാര്യത്തിൽ പരാതി നൽകിയെങ്കിലും മറുപടി പോലും ലഭിച്ചില്ലെന്നാണ് ഭാരവാഹികൾ പറയുന്നത്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ കള്ളക്കേസുണ്ടാക്കി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് വരന്തരപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. UDF നിയോജക മണ്ഡലം ചെയർമാൻ ജോസ് മാസ്റ്റർ ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് EA ഓമന അധ്യക്ഷത വഹിച്ചു. ഷിജോ ഞെരിഞ്ഞംപിള്ളി സ്വാഗതവും ഡേവിസ് അക്കര, P ഗോപാലകൃഷ്ണൻ, ജോളി ടീച്ചർ, ഷൈൻ പയ്യപ്പിള്ളി എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 40 രൂപ കുറഞ്ഞു. ഗ്രാമിന് 9170 രൂപ, പവന് 73,360 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റാപ്പർ വേടനെതിരെ ബലാത്സംഗ കേസ്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന് പരാതി നൽകിയത് യുവ ഡോക്ടർ. ദേശീയപാത ആമ്പല്ലൂരിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന കാർ, ടെമ്പോ, പിക്കപ്പ് വാൻ എന്നിവയാണ് അപകടത്തിൽപ്പെട്ടത്. പുതുക്കാട് പോലീസ് സംഘത്തെ ആക്രമിക്കുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്ത 4 പേരെ പിടികൂടി. തായംകുളങ്ങര മഹാത്മാ മൈതാനിയിൽ പരസ്പരം ഏറ്റുമുട്ടിയ സംഘത്തിലെ 6 പേരെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വാഹന പാർക്കിംഗിന്റെ പേരിൽ നടക്കുന്നത് പകൽക്കൊള്ളയെന്ന് യാത്രക്കാർ. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ കള്ളക്കേസുണ്ടാക്കി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് വരന്തരപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. ഈ വാർത്തയുടെ പുനർസംപ്രേക്ഷണം വൈകിട്ട് 3-നും 4:30-നും 6:30-നും ഉണ്ടായിരിക്കും.
തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.